Hello future doctors, welcome to NEET Master Malayalam. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എലിമെൻ്ററി കനാലിൻ്റെ എക്സ്റ്റൻഷനും അതിൻ്റെ ആ എലിമെൻ്ററി കനാലിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഫുൾ പാർട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എലിമെൻ്ററി കനാൽ എന്ന് പറയുന്ന ആ കനാലിൽ നമ്മുടെ മൗത്ത് തൊട്ട് റെക്റ്റം അതായത് ഏനസ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ആ കനാലിൻ്റെ വേളിനെ നമുക്ക് 4 ലെയേഴ്സ് ആയിട്ടാണ് തിരിക്കുന്നത്. അതിൻ്റെ വേള് 4 ലെയേഴ്സ് ആയിട്ടാണ് തിരിക്കുന്നത്. അത് ഏതൊക്കെയാണ് ആ ലെയേഴ്സ്? സെറോസ, മസ്കുലാരിസ്, സബ്മ്യൂക്കോസ, മ്യൂക്കോസ. സെറോസ, മസ്കുലാരിസ്, സബ്മ്യൂക്കോസ, മ്യൂക്കോസ എന്ന് 4 ലെയേഴ്സ് ആയിട്ട് നമുക്ക് തിരിക്കാം. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് സെറോസ. സെറോസ എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് ലെയറാണ്. ഏറ്റവും പുറമേ കാണുന്നത് ഞാൻ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതിൽ ഏറ്റവും പുറമേ ഒരു ലെയർ കാണുന്നില്ലേ, അതിനെയാണ് നമ്മൾ സെറോസ എന്ന് വിളിക്കുന്നത്. സെറോസ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മീസോത്തീലിയം കൊണ്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. അതായത് എപ്പിത്തീലിയം ഓഫ് വിസറൽ ഓർഗൻ വിത്ത് സം കണക്റ്റീവ് ടിഷ്യൂസ്. അതാണ് നമ്മുടെ സെറോസ എന്ന് പറയുന്നത്, അതായത് ഔട്ടർ മോസ്റ്റ് ലെയർ. ഇനി സെറോസയുടെ ഉള്ളിലായിട്ട് കാണുന്ന ലെയറാണ് മസ്കുലാരിസ്. ഉള്ളിൽ കാണുന്ന ഈ ലെയേഴ്സാണ് മസ്കുലാരിസ് എന്ന് വിളിക്കുന്നത്. മസ്കുലാരിസ് ഉണ്ടാക്കിയിരിക്കുന്നത് മസ്കുലാരിസ് സ്മൂത്ത് മസിൽസ്, അതായത് മയമുള്ള മസിൽസ് കൊണ്ട്, അതായത് സ്മൂത്ത് മസിൽസ് കൊണ്ട്. മസ്കുലാരിസിൽ വരുന്നുണ്ടല്ലോ, മസ്കുലാരിസ് ഉണ്ടാക്കിയിരിക്കുന്നത് സ്മൂത്ത് മസിൽസ് കൊണ്ടാണ്. പിന്നെ മസ്കുലാരിസിന് ഒരു ഇതുണ്ട്, ഔട്ടർ സർക്കുലറും ഇന്നർ ലോങ്ങിറ്റ്യൂഡിനൽ മസിൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്നർ സർക്കുലർ ആൻഡ് ഔട്ടർ ലോങ്ങിറ്റ്യൂഡിനൽ മസിൽസ് കൊണ്ടാണ് മസ്കുലാരിസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്നർ സർക്കുലർ ആൻഡ് ഔട്ടർ ലോങ്ങിറ്റ്യൂഡിനൽ മസിൽസ് കൊണ്ട് മസ്കുലാരിസ് ഉണ്ടാക്കിയിരിക്കുന്നു. ഇനി അടുത്തതാണ് സബ്മ്യൂക്കോസ. അതായത് 4 ലെയേഴ്സ് എന്ന് പറയുന്നത് സെറോസ, മസ്കുലാരിസ്, സബ്മ്യൂക്കോസ, മ്യൂക്കോസ. സബ്മ്യൂക്കോസ എന്തിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ലൂസ് കണക്റ്റീവ് ടിഷ്യൂ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ലൂസ് കണക്റ്റീവ് ടിഷ്യൂ കണ്ടെയ്ൻസ് നെർവ്സ്, ബ്ലഡ് ആൻഡ് ലിംഫ് വെസൽ. ആ ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിൽ എന്തൊക്കെയുണ്ട്? നെർവ്സ് ഉണ്ട്, ബ്ലഡ് ഉണ്ട്, ലിംഫ് വെസൽസും ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? സബ്മ്യൂക്കോസൽ ലെയർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഡിയോഡിനത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഗ്ലാൻസും കാണാം. അതായത് ആ സബ്മ്യൂക്കോസൽ ലെയറിൽ ഡിയോഡിനത്തിൽ എത്തുമ്പോഴത്തേക്ക് ഗ്ലാൻസും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നെക്സ്റ്റ് ലെയറാണത് ഇന്നമോസ്റ്റ് ലെയർ ലൈനിങ് ദ ലൂമൻ ഓഫ് എലിമെൻ്ററി കനാലാണ് ഏത്? മ്യൂക്കോസ എന്ന് പറയുന്നത്. ഇതാണ് ലൂമൻ്റെ ഇന്നമോസ്റ്റ് ലെയറാണ് നമ്മുടെ മ്യൂക്കോസ എന്ന് പറയുന്നത്. ഈ മ്യൂക്കോസ നമ്മുടെ സ്റ്റൊമക്കിൽ ഇറഗുലർ ഫോൾസ്, അതായത് സ്റ്റൊമക്കിലുള്ള ഇറഗുലർ ആയിട്ടുള്ള ഫോൾസിന് കാരണമാക്കുന്നത് ഈ ലെയറാണ്. ഈ ലെയർ ഫോം ചെയ്യും ഇറഗുലർ ഫോൾസ്. അതുപോലെ തന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ സ്മോൾ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് കോൾഡ് വില്ല ഇൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഇതുപോലെ കുഞ്ഞ് ഫിംഗർ പോലത്തെ പ്രൊജക്ഷൻസ് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഉണ്ടാക്കും. അതിന് നമ്മുടെ ക്രോസ് സെക്ഷണൽ വ്യൂ സ്മോൾ ഇൻറ്റസ്റ്റൈൻ മ്യൂക്കോസൽ വില്ലയും നമ്മുടെ ടെസ്റ്റിൽ കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനാണ് ഈ വില്ല എന്ന് പറയുന്നത്. ഇതിനെ സെൽസ് ലൈനിങ് ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ പ്രൊഡ്യൂസ് ന്യൂമറസ് മൈക്രോസ്കോപ്പിക് പ്രൊജക്ഷൻ കോൾഡ് മൈക്രോവില്ല ഗിവിങ് എ ബ്രഷ് ബോർഡർ അപ്പിയറൻസ്. ഇതിനെ തന്നെ ഒരു ബ്രഷ് പോലെ ഇതിന് ചുറ്റും ഒരു ബ്രഷ് ബോർഡ് അപ്പിയറൻസ് വരാനായിട്ട് ന്യൂമറസ് മൈക്രോവില്ല ഇങ്ങനെ കാണും. ഇതൊക്കെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സർഫസ് ഏരിയ ഓഫ് അബ്സോർപ്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മൈക്രോവില്ലയൊക്കെ കാണുന്നത്. ന്യൂമറസ് മൈക്രോസ്കോപ്പിക് പ്രൊജക്ഷൻ ഇതിൽ നിന്ന് അറൈസ് ചെയ്യും. അതിനാണ് മൈക്രോവില്ല എന്ന് പറയുന്നത്. ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അതിനൊരു ബ്രഷ് ബോർഡർ അപ്പിയറൻസ് കൊടുക്കും. ഇത് സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുകയും അതിൻ്റെ അബ്സോർപ്ഷൻ കൂട്ടുകയും ചെയ്യും. അതായത് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ് കൂടുതലും അബ്സോർപ്ഷനൊക്കെ നടക്കുന്നത്. അതുകൊണ്ടാണ് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ തന്നെ ഇതുപോലുള്ള മോഡിഫിക്കേഷൻ വന്നത്. മ്യൂക്കോസൽ എപ്പിത്തീലിയം, അതുപോലെ തന്നെ മ്യൂക്കോസൽ എപ്പിത്തീലിയത്തിൽ എന്തുണ്ട്? ഗോബ്ലറ്റ് സെൽസ് ഉണ്ട്. ഗോബ്ലറ്റ് സെൽസ് എന്ത് സെക്രീറ്റ് ചെയ്യും? മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യും. ഈ മ്യൂക്കസ് എന്തിന് ഹെൽപ്പ് ചെയ്യും? ലൂബ്രിക്കേഷന് ഹെൽപ്പ് ചെയ്യും. ഇതിന് ഗോബ്ലറ്റ് സെൽ സ്ഥലങ്ങളിൽ മ്യൂക്കോസൽ എപ്പിത്തീലിയത്തിന് ഗോബ്ലറ്റ് സെൽസ് ഉണ്ട്. അത് മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യും. ഈ മ്യൂക്കസ് ലൂബ്രിക്കേഷന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഇനി ഈ മ്യൂക്കോസ സ്റ്റൊമക്കിലാണെങ്കിൽ ഗ്യാസ്ട്രിക് ഗ്ലാൻസും നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണെങ്കിൽ ക്ലിപ്സ് ഓഫ് ലിവർ ഹാൻഡിനൊക്കെ മോഡിഫിക്കേഷന് കാരണമാക്കും. അതുപോലെ തന്നെ ഈ 4 ലെയേഴ്സും ഓരോ സ്ഥലത്തും ഓരോ മോഡിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള ഈ 4 ലെയേഴ്സ് ഉള്ളതുകൊണ്ടാണ് നമ്മുടെ
കറക്റ്റായിട്ട് ഓരോ സ്ഥലത്തും വേണ്ട രീതിയിലുള്ള മോഡിഫിക്കേഷൻസ് ഈ 4 ലെയേഴ്സും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? സെറോസ, മസ്കുലാരിസ്, സബ് മ്യൂക്കോസ, മ്യൂക്കോസ. സെറാസോ എന്ന് പറയുന്ന ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് മീസോത്തീലിയം കൊണ്ടാണ്, അതായത് എപ്പിത്തീലിയം ഓഫ് വിസറൽ ഓർഗൻസും ഉണ്ട്. അടുത്ത ലെയറാണ് മസ്കുലാരിസ്. മസ്കുലാരിസ് എന്ന് പറഞ്ഞാൽ ഇന്നർ സർക്കുലർ ആൻഡ് ഔട്ടർ ലോങ്ങിറ്റുള്ള മസിൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് സ്മൂത്ത് മസിൽസ് കൊണ്ടാണ് നമ്മുടെ മസ്കുലാരിസ് ലെയർ ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്തതാണ് സബ് മ്യൂക്കോസ്. സബ് മ്യൂക്കോസ് എന്ന് പറയുന്ന ലൂസ് കണക്റ്റീവ് ടിഷ്യൂസ് ആണ്. കണ്ടെയ്ൻസ് നെർവ്സ്, ബ്ലഡ്സും ലിംഫ് വെസൽസും ഒക്കെ അടങ്ങുന്ന ഒരു ലൂസ് കണക്റ്റീവ് ടിഷ്യൂ കൊണ്ടാണ് നമ്മുടെ സബ് മ്യൂക്കോസൽ ലെയർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ ഇന്നമോസ്റ്റ് ലെയർ, ലൂമൻ്റെ അടുത്ത് കിടക്കുന്ന ഇന്നമോസ്റ്റ് ലെയറാണ് മ്യൂക്കോസ. ഈ ലെയറാണ് നമ്മുടെ സ്റ്റൊമക്കിലാണെങ്കിൽ സ്മോൾ ഇൻഫോൾഡിങ്സ് ഉണ്ടാകും, അതിനെയാണ് റൂഗ എന്ന് വിളിക്കുന്നത്. അത് സ്റ്റൊമക്കിലും സ്മോൾ ഇൻറ്റെസ്റ്റൈനിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ ലെയർ വില്ലേ എന്ന് പറയുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആയിട്ട് അറൈസ് ചെയ്യും. അപ്പോൾ ആ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ്റെ മുകളിൽ ന്യൂമറസ് മൈക്രോ വില്ലയുണ്ട്. അതാണ് അതിന് ബ്രഷ് ബോർഡർ അപ്പിയറൻസ് കൊടുക്കുന്നത്. അത് സർഫസ് ഏരിയ കൂട്ടും, അതുവഴി അബ്സോർപ്ഷനെ സഹായിക്കും. ഇനി അതിന് മ്യൂക്കോസൽ എപ്പിത്തീലിയത്തിൽ ഗോബ്ലർ സെൽസ് ഉണ്ട്. ഈ ഗോബ്ലർ സെൽസ് മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യും, അത് ലൂബ്രിക്കേഷനെ ഹെൽപ്പ് ചെയ്യും. ഇനി അതുപോലെ തന്നെ മ്യൂക്കോസയ്ക്ക് സ്റ്റൊമക്കിലാണെങ്കിൽ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് ഉണ്ടാക്കും, ഫോംസ് ഗ്ലാൻഡ്സ് ഇൻ ദ സ്റ്റൊമക് ആൻഡ് ക്രിപ്സ് ഇൻ ബിറ്റ്വീൻ ദ ബേസ് ഓഫ് വില്ലൈ in the intestine, crypts of Lieberman. All the 4 layers show modification in different parts of the alimentary canal. alimentary canalന്റെ ഡിഫറെൻറ്റ് ഭാഗങ്ങളിലായിട്ട് ഈ 4 ലെയേഴ്സിനും ഓരോ മോഡിഫിക്കേഷൻസ് ഉണ്ട്. അതാണ് നമ്മുടെ വാൾസ് ഓഫ് alimentary canal എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് നോക്കാനുള്ളതാണ് ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സിനെ കുറിച്ച്. ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സും alimentary canal എന്നുമാണ് നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ തിരിച്ചത്. അപ്പോൾ ഇനി നോക്കാനുള്ള ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ്, ഗ്രന്ഥികൾ. അതായത് സലേവറി ഗ്ലാൻഡ്സ് ഉണ്ട്, ലിവർ ഉണ്ട്, പാൻക്രിയാസ് ഉണ്ട്. ഇത് 3 നമ്മുടെ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത്. സലേവറി ഗ്ലാൻഡ്സും ലിവറും പാൻക്രിയാസും. അപ്പോൾ ഫസ്റ്റാണ് നമുക്ക് സലേവറി ഗ്ലാൻഡ്സ്. സലൈവ നമുക്കറിയാം, സലൈവ ഈസ് മെയിൻലി പ്രൊഡ്യൂസ്ഡ് ബൈ 3 pairs ഓഫ് സലേവറി ഗ്ലാൻഡ്. സലേവറി ഗ്ലാൻഡ് തന്നെ 3 pairs ആയിട്ടുണ്ട്. സലൈവ ഈസ് മെയിൻലി പ്രൊഡ്യൂസ്ഡ് ബൈ 3 pairs ഓഫ് സലേവറി ഗ്ലാൻഡ്സ്. അത് ഏതൊക്കെയാണ് 3 pair സലേവറി ഗ്ലാൻഡ് നോക്കാം. പാരോറ്റിഡ് ഗ്ലാൻഡ്, അത് ലൊക്കേറ്റ് ചെയ്യുന്നത് ചീക്കിലാണ്, നമ്മുടെ ചീക്ക് ഭാഗത്താണ്, നമുക്ക് കവിള് ഭാഗത്തായിട്ടാണ് പാരോറ്റിഡ് ഗ്ലാൻഡ്സ് ലൊക്കേറ്റ് ചെയ്യുന്നത്. സബ് മാക്സിലറി അല്ലെങ്കിൽ സബ് മാൻഡിബുലാർ ഗ്ലാൻഡ്, അതെവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ലോവർ ജോ, താഴെ താടിയുടെ ഭാഗത്തായിട്ടാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഏത്? സബ് മാക്സിലറി അല്ലെങ്കിൽ സബ് മാൻഡിബുലാർ ഗ്ലാൻഡ്. ഇനി അടുത്തത് സബ് ലിംഗ്വൽ ഗ്ലാൻഡ്, അതെവിടെ ലൊക്കേറ്റ് ചെയ്യുന്നത്? നമ്മുടെ നാക്കിൻ്റെ താഴെയായിട്ട്, ബിലോ ദ ടങ്. അപ്പോൾ ഈ 3 ഗ്ലാൻഡിൻ്റെയും കൂടെ സെക്രീഷനാണ് നമ്മുടെ സലൈവയായിട്ട് വരുന്നത് വായിൽ. അപ്പോൾ ഏതൊക്കെയാണ് 3 pairs സലൈവറി ഗ്ലാൻഡ്സ് വഴിയാണ് നമ്മുടെ സലൈവ സെക്രീറ്റ് ചെയ്യുന്നത്? പാരോട്ടിഡ്, അതായത് ചീക്കിൽ കാണുന്നത്, സബ് മാക്സിലറി അല്ലെങ്കിൽ സബ് മാൻഡിബുലർ ലോവർ ജോയിൽ കാണുന്നത്, സബ് ലിംഗ്വൽ അതായത് ബിലോ ദ ടങ്. ഇത്രയും ഗ്ലാൻഡ്സ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത് സലൈവ. ഇനി അടുത്തതാണ് ലിവർ. ലിവർ ആണ് നമ്മുടെ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഓഫ് ദി ബോഡി. നമ്മുടെ ബോഡിയിലെ ഏറ്റവും ലാർജസ്റ്റ് ഗ്ലാൻഡ് ആണ് ലിവർ. അതിൻ്റെ വെയിറ്റ് എത്രയാണ്? 1.2 to 1.5 കിലോഗ്രാം ഇൻ അഡൽട്ട് ഹ്യൂമൻ. ഒരു അഡൽട്ട് ഹ്യൂമൻ്റെ ലിവറിൻ്റെ വെയിറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് 1.2 തൊട്ട് 1.5 കിലോഗ്രാം വരെ വരാം. അതാണ് ഏറ്റവും ലാർജസ്റ്റ് ഗ്ലാൻഡ് നമ്മുടെ ബോഡിയിൽ. സിറ്റുവേറ്റഡ് ഇൻ ദ അബ്ഡോമിനൽ ക്യാവിറ്റി. അബ്ഡോമിനൽ ക്യാവിറ്റിയിലാണ് അത് സിറ്റുവേറ്റ് ചെയ്യുന്നത്, ജസ്റ്റ് ബിലോ ദ ഡയഫ്രം. നമ്മുടെ ഡയഫ്രം അറിയാമല്ലോ, ഡയഫ്രത്തിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് നമ്മുടെ ലിവർ കാണുന്നത്. അതിന് 2 ലോബ്സ് ഉണ്ട്, 2 ലോബായിട്ടാണ് ലിവർ കാണുന്നത്. 2 ലോബ്സ് ഉണ്ട് ലിവറിന്. അടുത്തത് ഹെപ്പാറ്റിക് ലോബ്യൂൾസ്, അത് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ദ ലിവർ. ലിവറിൻ്റെ സ്ട്രക്ചറലും ഫങ്ഷണൽ യൂണിറ്റ് ആണ് ഈ ഹെപ്പാറ്റിക് ലോബ്യൂൾസ്. 2 ലോബ്യൂൾസ് ആയിട്ടുള്ള കാണുന്നത് ഹെപ്പാറ്റിക് ലോബ്യൂൾസ് ആണ് നമ്മുടെ ലിവറിൻ്റെ സ്ട്രക്ചറലും ഫങ്ഷണലും ആയിട്ടുള്ള യൂണിറ്റ്. അതിലെന്തുണ്ട്? കണ്ടെയ്നിങ് ഹെപ്പാറ്റിക് സെൽസ് അറേഞ്ച് ഇൻ ദ ഫോം ഓഫ് കോഡ്സ് പോലെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഹെപ്പാറ്റിക് സെൽസ് ഉണ്ട്. ഈ ഹെപ്പാറ്റിക് സെൽസ് ആണ് എന്ത് സെക്രീറ്റ് ചെയ്യുന്നത്? ബൈല് സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹെപ്പാറ്റിക് ലോബ്യൂൾസ് ആണ് നമ്മുടെ ലിവറിൻ്റെ സ്ട്രക്ചറലും ഫങ്ഷണലും ആയിട്ടുള്ള യൂണിറ്റ്. ആ ഹെപ്പാറ്റിക് ലോബ്യൂൾസിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഹെപ്പാറ്റിക് സെൽസ് ഉണ്ട്, അത് കോഡ് പോലെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇനി ഈ 2 ലോബ്യൂളിനെ കവർ ചെയ്തുകൊണ്ട് ഒരു കണക്റ്റീവ് ടിഷ്യൂ ഷീത്ത് ഉണ്ട്. അതിനെ കവർ ചെയ്തുകൊണ്ടൊരു ഷീത്ത് ഉണ്ട്. ആ ഷീറ്റിനെ പറയുന്ന പേരാണ് ഗ്ലിസൻസ് ക്യാപ്സ്യൂൾ. എന്താണ്? ഗ്ലിസൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന ഒരു തിൻ കണക്റ്റീവ് ടിഷ്യൂ ഷീറ്റ് കൊണ്ട് 2 ലൊബ്യൂളിനെ കവർ ചെയ്തിരിക്കുന്നു, ഗ്ലിസൻസ് ക്യാപ്സ്യൂൾ.
ഇനി ബൈൽ സെക്രീറ്റഡ് ബൈ ദ ഹെപ്പാറ്റിക് സെൽസ് പാസസ് ത്രൂ ദ ഹെപ്പാറ്റിക് ഡക്ട് ആൻഡ് സ്റ്റോർഡ് ആൻഡ് കോൺസെൻട്രേറ്റ് ഇൻ എ തിൻ സാക്ക് കോൾഡ് ഗോൾ ബ്ലാഡർ. അതായത് നമ്മുടെ ഹെപ്പാറ്റിക് സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ബൈലാണല്ലോ അതിൻ്റെ സെക്രീഷൻ. ബൈല് ഹെപ്പാറ്റിക് ഡക്ട്സ് വഴി, അതായത് ഹെപ്പാറ്റിക് ലൊബ്യൂൾസിൽ നിന്ന് അറൈസ് ചെയ്യുന്ന ആ ഡക്റ്റിനെയാണ്, ഇതാണ് ഇപ്പോൾ ഹെപ്പാറ്റിക് ലൊബ്യൂൾസിൽ നിന്ന് അറൈസ് ചെയ്യുന്ന ഡക്റ്റിനെയാണ് നമ്മൾ ഹെപ്പാറ്റിക് ഡക്ട്സ് എന്ന് വിളിക്കുന്നത്. 2 ലൊബ്യൂൾസ് ഉണ്ടെങ്കിൽ ഇതാണ് ഹെപ്പാറ്റിക് ലൊബ്യൂൾസ് എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഒരു ഡക്റ്റ് അറൈസ് ചെയ്യും. ആ ഡക്റ്റിനെയാണ് നമ്മൾ ഹെപ്പാറ്റിക് ഡക്റ്റ് എന്ന് വിളിക്കുന്നത്. ആ ഹെപ്പാറ്റിക് ഡക്റ്റ് വഴി വരും. ഇതിനെ സ്റ്റോർ ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ഒരു തിൻ സാക്ക് ഉണ്ട്, ഒരു ചെറിയ സഞ്ചി പോലെ ഇരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതാണ് ഗോൾ ബ്ലാഡർ എന്ന് വിളിക്കുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് ഗോൾ ബ്ലാഡർ. ഇവിടെ നിന്നിട്ട് ഒരു സാക്ക് പോലെ ഇങ്ങനെ നോക്കിയാൽ ഒരു സാക്ക് പോലൊരു ഭാഗമുണ്ട്. അവിടെയാണ് നമ്മുടെ ബൈൽ സ്റ്റോർ ചെയ്യുകയും കോൺസെൻട്രേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അതാണ് എന്ത് ഗോൾ ബ്ലാഡർ എന്ന് വിളിക്കുന്നത്. ഇനി ഈ ഗോൾ ബ്ലാഡറിൽ നിന്ന് ഒരു ഡക്റ്റ് വരുന്നുണ്ട്. ആ ഡക്റ്റിൻ്റെ പേരാണ് സിസ്റ്റിക് ഡക്റ്റ്. അപ്പോൾ ഇവിടെ ഹെപ്പാറ്റിക് ലൊബ്യൂൾസിൽ നിന്ന് വരുന്ന ഡക്റ്റിൻ്റെ പേരാണ് ഹെപ്പാറ്റിക് ഡക്റ്റ്. ഗോൾ ബ്ലാഡറിൽ നിന്ന് ഈ ബൈൽ പുറത്തേക്ക് വരുന്ന ഡക്റ്റിൻ്റെ പേരാണ് സിസ്റ്റിക് ഡക്റ്റ്. ഈ സിസ്റ്റിക് ഡക്റ്റും ഈ ഹെപ്പാറ്റിക് ഡക്റ്റും കൂടെ ചേർന്നിട്ട് ഒരു ഡക്റ്റ് ഉണ്ടാവും. ആ ഡക്റ്റിൻ്റെ പേരാണ് കോമൺ ബൈൽ ഡക്റ്റ് എന്ന് വിളിക്കും. അതിൻ്റെ പേരാണ് കോമൺ ബൈൽ ഡക്റ്റ്. അപ്പോൾ ഡക്ട് ഫ്രം ദ ഗോൾ ബ്ലാഡർ, സിസ്റ്റിക് ഡക്ട് എലോങ് വിത്ത് ഹെപ്പാറ്റിക് ഡക്ട് ഫ്രം ദ ലിവർ ഫോംസ് ദ കോമൺ ബൈൽ ഡക്ട്. ഇത് രണ്ടും കൂടെ ചേർന്ന് ഇവിടെ നിന്ന് ഹെപ്പാറ്റിക് ഡക്റ്റ് വന്ന് ഇവിടെ നിന്ന് സിസ്റ്റിക് ഡക്റ്റ് വന്നു. ഇത് രണ്ടും കൂടെ സ്ഥലത്ത് വെച്ച് ചേർന്ന് കോമൺ ബൈൽ ഡക്റ്റ് ആയി. അതിൻ്റെ പേരാണ് കോമൺ ബൈൽ ഡക്ട്. ദ ഡക്ട് ഫ്രം ദ ഗോൾ ബ്ലാഡർ, സിസ്റ്റിക് ഡക്ട് എലോങ് വിത്ത് ഹെപ്പാറ്റിക് ഡക്ട് ഫ്രം ദ ലിവർ ഫോംസ് ദ കോമൺ ബൈൽ ഡക്ട്. ദ ബൈൽ ഡക്ട് ആൻഡ് ദ പാൻക്രിയാറ്റിക് ഡക്ട് opens together to the duodenum as the common hepatopancreatic duct. ഇതെല്ലാം ചെന്ന് അവസാനിക്കുന്നത് നമ്മുടെ ഡിയോഡിനത്തിലാണ്. ഡിയോഡിനം, ജെജുനം, ഇലിയം. അതേതാണ്? നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൻ്റെ ഭാഗങ്ങളാണ്. സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് ഇതൊക്കെ ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഡിയോഡിനത്തിലേക്ക് തുറക്കുന്ന ആ ഒരു പോർഷൻ്റെ അവിടെ നിന്ന് ഇവിടെയാണ് പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്നത്. ഡിയോഡിനത്തിൻ്റെ ആ സി ഷേപ്ഡ് ലിംബിൻ്റെ ഇടയിലാണ് നമ്മുടെ പാൻക്രിയാസ് ഇരിക്കുന്നത്. അപ്പോൾ പാൻക്രിയാസിൽ നിന്നൊരു ഡക്റ്റ് വരും, അതാണ് പാൻക്രിയാറ്റിക് ഡക്റ്റ്. അപ്പോൾ ആ പാൻക്രിയാറ്റിക് ഡക്റ്റും ഈ കോമൺ ബൈൽ ഡക്റ്റും കൂടെ ഒരുമിച്ചാണ് ഡിയോഡിനത്തിലേക്ക് തുറക്കുന്നത്. ആ തുറക്കുമ്പോൾ ഒരു കോമൺ ഡക്റ്റ് ആയിട്ടാണോ തുറക്കുന്നത്? ആ കോമൺ ഡക്റ്റിൻ്റെ പേരാണ് ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റ്. അതിനെ ആ ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റിനെ ഗോഡ് ചെയ്തുകൊണ്ട് ഒരു സ്പിൻഡർ, അതായത് ഒരു ക്ലോസിങ്, അതായത് അടപ്പ് പോലൊരു ഭാഗമുണ്ട്. അതിൻ്റെ പേരാണ് സ്പിൻഡർ ഓഫ് ഓഡി. ഇറ്റ്സ് ഗേർഡഡ് ബൈ എ സ്പിൻഡർ ഓഫ് ഓഡി. അതായത് ബൈൽ ഡക്റ്റും പാൻക്രിയാറ്റിക് ഡക്റ്റും ഒരുമിച്ചാണ് ഡിയോഡിനത്തിലേക്ക് തുറക്കുന്നത്. അതിനെയാണ് ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റ് എന്ന് പറയുന്നത്. അതിനെ ഗാർഡ് ചെയ്തുകൊണ്ട് സ്പിൻഡർ ഓഫ് ഓഡി കാണാം. നമ്മുടെ NCERT ഫിഗർ 16.6 മൊത്തം കാണിക്കുന്നുണ്ട് ആ ഫിഗർ. ഇതാണ് ആ ഫിഗർ. അതിൽ എന്താണ് കണ്ട മുകളിലൊരു പച്ച കളറിൽ കാണിക്കുന്ന ആ സാക്ക് പോലത്തെ ഗോൾ ബ്ലാഡർ, അവിടെ നിന്നൊരു ഡക്റ്റ് വരുന്നുണ്ട്. ആ 2 ഹെപ്പാറ്റിക് ലൊബ്യൂൾസ് വരച്ചിട്ടില്ല, പകരം 2 ഡക്റ്റ് കാണിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ഹെപ്പാറ്റിക് ഡക്ട്സ്. അത് രണ്ടും കൂടെ ചേർന്ന് കോമൺ ബൈൽ ഡക്റ്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് അവിടെ നിന്ന് പാൻക്രിയാസിൽ നിന്നൊരു ഡക്റ്റ് വന്ന് അത് രണ്ടും കൂടെ ചേർന്നിട്ട് ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്ടറായിട്ട് ഡിയോഡിനത്തിലേക്ക് തുറക്കുന്നു. അതിൻ്റെ ഫിഗറാണ് NCERT കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലിവറിനെ കുറിച്ചിട്ടുള്ളത്. ഇനിയുള്ളതാണ് പാൻക്രിയാസ്. പാൻക്രിയാസ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടാണ്. അതായത് കോമ്പൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്ന എക്സോക്രൈൻ പാർട്ടും ഉണ്ട്, എൻഡോക്രൈൻ പാർട്ടും ഉണ്ട്. എക്സോക്രൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതിനെ കൊണ്ടുപോകാനായിട്ട് സെപ്പറേറ്റ് ഗ്ലാൻസും വെസൽസും ഒക്കെ ഉണ്ടെങ്കിൽ എക്സോക്രൈൻ ആണ്. എൻഡോക്രൈൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നേരിട്ട് ബ്ലഡ് വഴിയാണ്. വേറെ അങ്ങനെ കൊണ്ടുപോകാൻ പ്രത്യേകിച്ച് ആൾക്കാരൊന്നും ഇല്ല. എൻഡോക്രൈൻ പാർട്ടായിട്ടുള്ളത് ആരാണ്? ഹോർമോൺസ് ആണ്. അപ്പോൾ ഇത് എക്സോക്രൈൻ ആയിട്ടും ഉണ്ടാവും, എക്ഡോക്രൈൻ ആയിട്ടും ഇവരെ കാണാം. അപ്പോൾ എക്സോക്രൈൻ പാർട്ട് എന്താ? ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു ആ ഡിയോഡിനം, സി ഷേപ്ഡ് ഡിയോഡിനത്തിൻ്റെ ഇടയിലായിട്ട്, അതിൻ്റെ കാല്, ഇതാണ് ലിംബ്, അതിൻ്റെ ഇടയിലായിട്ടൊരു ഭാഗത്താണ് നമ്മുടെ പാൻക്രിയാസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ഡിയോഡിനത്തിൻ്റെ ഇടയിലായിട്ട്. അപ്പോൾ എലോങ്ങേറ്റഡ് ഓർഗൻ ആണ് അത്. ബിറ്റ്വീൻ ദ ലിംസ് ഓഫ് സി ഷേപ്ഡ് ഡിയോഡിനം, സി ഷേപ്ഡ് ഡിയോഡിനത്തിൻ്റെ ലിംസിൻ്റെ ഇടയിലായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ പാൻക്രിയാസിനെ. ഇനി എക്സോക്രൈൻ പോർഷൻ സെക്രീറ്റ് ആൽക്കലൈൻ പാൻക്രിയാറ്റിക് ജ്യൂസ് വിത്ത് എൻസൈംസ് ഉള്ള ആൽക്കലൈൻ പാൻക്രിയാറ്റിക് ജ്യൂസ് ആണ് എക്സോക്രൈൻ പോർഷൻ സെക്രീറ്റ് ചെയ്യുന്നതെങ്കിൽ എൻഡോക്രൈൻ പോർഷൻ സെക്രീറ്റ് ചെയ്യുന്നത് എന്താണ്? ഹോർമോൺസ് ആണ്. ഏതൊക്കെ ഹോർമോൺസ് ആണ് പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്നത്? ഇൻസുലിനും ഗ്ലൂക്കഗോണും.
അപ്പോൾ അതാണ് പാൻക്രിയാസ്. ഒരു കോമ്പൗണ്ട് ആണ്. ഇത് എക്സോക്രൈനായിട്ടും എൻഡോക്രൈനായിട്ടും ഒരു വർക്ക് ചെയ്യും. ഇലോങ്ങേറ്റഡ് ഓർഗനാണ്. സി ഷേപ്ഡ് ഡ്യൂണത്തിൻ്റെ ലിംസിലാണ് അത് കാണുന്നത്. എക്സോക്രൈൻ പോർഷൻ ആൽക്കലൈൻ പാൻക്രിയാറ്റിക് ജ്യൂസ് സെക്രീറ്റ് ചെയ്യും. എൻഡോക്രൈൻ പോർഷൻ ഹോർമോൺസ് ആയ ഇൻസുലിൻ ഗ്ലൂക്കഗോൺ സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ ഒന്നുകൂടെ പറയാം, നമുക്ക് 3 ഗ്ലാൻസ് ആണുള്ളത്. സലൈവറി ഗ്ലാൻസ്, ലിവർ, പാൻക്രിയാസ്. സലൈവറി ഗ്ലാൻസ് സെക്രീറ്റ് ചെയ്യുന്നത് 3 പെയർസ് ഓഫ് സലൈവറി ഗ്ലാൻസ് വഴിയാണ്. അത് സബ് മാക്സിലറി അല്ലെങ്കിൽ സബ് മാൻഡിബുലർ ലോവർ ജോ, പാരോട്ടിഡ് ചീക്ക്, സബ്ലിംഗോ ബിലോ ദ ടങ്. ദെൻ ലിവർ ആണ് നമ്മുടെ ബോഡിയിലെ ഏറ്റവും ലാർജസ്റ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1.2 to 1.5 കിലോഗ്രാം ആണ് ഒരു അഡൽട്ട് ഹ്യൂമനിൽ. അബ്ഡോമിനൽ ക്യാവിറ്റിയിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, ജസ്റ്റ് ബിലോ ദ ഡയഫ്രം. നമ്മുടെ ഡയഫ്രത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് 2 ലൊബ്യൂൾസ് ഉണ്ട്. ആ ലൊബ്യൂൾസിനെയാണ് ഹെപ്പാറ്റിക് ലൊബ്യൂൾസ് എന്ന് പറയുന്നത്. ഈ ഹെപ്പാറ്റിക് ലൊബ്യൂൾസിനെ കവർ ചെയ്തുകൊണ്ട് ഒരു തിൻ ലൂസ് കണക്റ്റീവ് ഷീത്ത് ഉണ്ട്, ടിഷ്യൂ ഷീത്ത് ഉണ്ട്. അതിൻ്റെ പേരാണ് ഗ്ലിസൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ഹെപ്പാറ്റിക് ലൊബ്യൂൾസിൽ നിന്ന് 2 ഡക്ട്സ് അറൈസ് ചെയ്യും. അതിൻ്റെ പേരാണ് ഹെപ്പാറ്റിക് ഡക്ട്സ്. ഇനി ഹെപ്പാറ്റിക് ലൊബ്യൂൾസിലുള്ള സെൽസ് ഉണ്ട്, അതാണ് ഹെപ്പാറ്റിക് സെൽസ് എന്ന് പറയുന്നത്. ആ ഹെപ്പാറ്റിക് സെൽസ് ആണ് ബൈൽ സെക്രീറ്റ് ചെയ്യുന്നത്. ഈ ബൈലിനെ സ്റ്റോർ ചെയ്യുകയും കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഒരു സഞ്ചി പോലത്തെ ഒരു സാക്ക് പോലത്തെ സ്ഥലത്താണ്. ആ സ്ഥലത്തിൻ്റെ പേരാണ് ഇതിൻ്റെ പേരാണ് ഗോൾ ബ്ലാഡർ. ഗോൾ ബ്ലാഡറിൽ നിന്നൊരു ഡക്റ്റ് അറൈസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ പേരാണ് സിസ്റ്റിക് ഡക്ട്. ഈ സിസ്റ്റിക് ഡക്റ്റും ഹെപ്പാറ്റിക് ഡക്റ്റും കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ ഉള്ള പേരാണ് കോമൺ ബൈൽ ഡക്ട്. ഈ കോമൺ ബൈൽ ഡക്റ്റ് എങ്ങോട്ടേക്ക് തുറക്കണം? ഡിയോഡനത്തിലേക്ക് തുറക്കണം. ഇപ്പോൾ കോമൺ ബൈൽ ഡക്റ്റും പാൻക്രിയാറ്റിക് ഡക്റ്റും കൂടെ ഒരുമിച്ച് അവിടെ വെച്ച് ചേരുന്നുണ്ട്. അങ്ങനെ അതിനെ ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റ് എന്ന് വിളിക്കും. ഈ ഹെപ്പാറ്റിക് പാൻക്രിയാറ്റിക് ഡക്റ്റാണ് ഡിയോഡനത്തിലേക്ക് തുറക്കുന്നത്. അതിനെ ഗാർഡ് ചെയ്തുകൊണ്ട് ഒരു സ്പിൻഡർ ഓഫ് ഓഡിയും കാണാൻ പറ്റും. ഇനി പാൻക്രിയാസ് ആണ് എന്ത് കോമ്പൗണ്ട് ആണ്. അത് എക്സോക്രൈൻ പാർട്ടും ഉണ്ട്, അതിന് ഇൻഡോക്രൈൻ പാർട്ടും ഉണ്ട്. ഇലോങ്ങേറ്റഡ് ഓർഗൻ ആണ്. സി ഷേപ്പ് ഡിയോഡനത്തിൻ്റെ ലിംസിൻ്റെ ഇടയിലാണ് സെക്രീറ്റ് ചെയ്യുന്നത്. എക്സോക്രൈൻ പോർഷൻ ആൽക്കലൈൻ പാൻക്രിയാറ്റിക് ജ്യൂസ് സെക്രീറ്റ് ചെയ്യുമ്പോൾ എൻഡോക്രൈൻ പോർഷൻ ഹോർമോൺ സെക്രീറ്റ് ചെയ്യും, ഇൻസുലിൻ ഗ്ലൂക്കഗോൺ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. താങ്ക് യു.